ഞാൻ എൻ്റെ സ്വന്തം കുക്കിംഗ് എക്സ്പെരിമെന്റുമായി എത്തിയിരിക്കുകയാണ്. ഈ ചൂട് തന്നെ കൂടെ നിങ്ങൾ കുക്ക് ചെയ്യിപ്പിക്കരുത്. പൊട്ടേറ്റോ ലീക്ക് സൂപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ക്വിസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സൂപ്പാണ്. ഐ റിയലി ഡോണ്ട് എൻജോയ് കുക്കിംഗ് ബിക്കോസ് ഇറ്റ്സ് സോ ഡാം ഹോട്ട്. അയ്യോ മൈ ഗോഡ്, നല്ല ഉപ്പാ. ഭയങ്കര സങ്കടമായിരുന്നു. മമ്മി, this cooking bunny is not for me, you guys. I'm telling you, God. നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞ വീണ്ടും കുക്ക് ചെയ്യാൻ? Hey everyone, welcome back to my cooking experiments. Yes, കിച്ചണിൽ ഫുൾ കുക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഞാൻ സെറ്റ് ഒക്കെ ചെയ്തു കേട്ടോ. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് തപ്പിത്തിറങ്ങി നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ ഗോട്ട് ഇറ്റ് ഓൾ റെഡി ഹിയർ. ആൻഡ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ രഞ്ജിനി ചേച്ചി സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇടൂ, മറ്റാൾക്കാർ കുക്ക് ചെയ്യുമ്പോൾ അത്ര തമാശയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇന്ന് തമാശ ആക്കാതിരിക്കാനും വളരെ സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ലെവലിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിക്കുന്നത് കേട്ടോ. ഒറ്റ പ്രാവശ്യം ഞാൻ ജീവിതത്തിൽ ഈ ഒരു റെസിപ്പി മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് വലിയ സക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഫ്ലോപ്പും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടി വീണ്ടും ശക്തി സംഭരിച്ച് എത്തിയിരിക്കുന്നത്. സോ യു ഗൈസ് റെഡി ഫോർ ദിസ് അമേസിംഗ് കുക്കിംഗ് എക്സ്പെരിമെന്റ് ഓഫ് മൈൻഡ്? ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക്. ആസ് യു കെൻ സീ, ഞാൻ എൻ്റെ കിച്ചണിലെത്തി. എൻ്റെ മുന്നിൽ കുറെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് വാട്ട് ഇസ് ഇറ്റ് ടൈം ഫോർ? It's time for my cooking experiment. So I'll be very honest, okay? I think കഴിഞ്ഞ ആഴ്ച എപ്പോഴോ ഞാൻ ഒരു കുക്കിംഗ് വ്ലോഗ് ഇട്ടിരുന്നു. പക്ഷെ ഞാൻ സ്വന്തമായിട്ടല്ല കുക്ക് ചെയ്തത്. അപ്പൊ കുറെ പേര് മെസ്സേജ് ചെയ്തിരുന്നു, സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നത് കാണാനാണ് ഒരു രസമല്ല, പൊട്ടത്തരമാണ്, തമാശയാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ വിചാരിച്ചു, well, you are the reason why my channel is here. അപ്പൊ നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ഞാൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണ്ടേ. സോ വീണ്ടും നിങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം ഞാൻ എൻ്റെ സ്വന്തം കുക്കിംഗ് എക്സ്പെരിമെന്റുമായി എത്തിയിരിക്കുകയാണ്. ഐ ബി വെരി ഓണസ്റ്റ് വിത്ത് യു, എൻ്റെ ലൈഫിൽ ഈ ഒരു റെസിപ്പി ഞാൻ ഒറ്റൊരു പ്രാവശ്യമേ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ. സക്സസ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഫ്ലോപ്പ് ആണെന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി ഹോപ്പിംഗ് ദാറ്റ് ഇത്തവണ when I cook it, it will turn out okay. But let me tell you something. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ വേർക്കുന്നുണ്ടോ? എൻ്റെ അപ്പാർട്ട്മെന്റിൽ 15th ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി വെരി ഹോട്ട്. എൻ്റെ കിച്ചണിൽ AC-യും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ചൂട് തന്നെ കൂടെ നിങ്ങൾ കുക്ക് ചെയ്യിപ്പിക്കരുത്. ചേച്ചി ഫാൻ ഇട്ടോട്ടെ പ്ലീസ്. ചേച്ചി ഫാൻ ഇട്ടിട്ട് വരാം. ഇറ്റ്സ് സോ ഹോട്ട്. So much better. Alrighty people, so ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്നത് പൊട്ടേറ്റോ ആൻഡ് ലീക്ക് സൂപ്പാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു, ബട്ട് ഐ കുഡന്റ് ഫൈൻഡ് ഇറ്റ്. സോ ഐ എം ഗെസ്സിങ് ഐ ഹാവന്റ് ഡൺ ഇറ്റ്. സോ പൊട്ടേറ്റോ ലീക്ക് സൂപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ക്വിസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സൂപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൂപ്പാണ്. സോ എന്റെ ഫേവറേറ്റ് സൂപ്സ് കഴിക്കാൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ ലവ് പംകിൻ സൂപ്പ്, I love potato and leek soup, I like broccoli soup, I like crab soup because pescatarian ആയതുകൊണ്ടും സീ ഫുഡ് കഴിക്കുന്ന ഒരാളായതുകൊണ്ടും ക്രാബ് സൂപ്പ് I don't mind. എന്നാലും predominantly vegetarian soups ആണ് എനിക്കിഷ്ടം. സോ പൊട്ടേറ്റോ ആൻഡ് ലീക്ക് സൂപ്പിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് അതിന്റെ പേരിൽ തന്നെയുണ്ട്. വൺ ഈസ് പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ്. ഓക്കെ, സോ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഒരു ഹാഫ് ബോയിൽഡ് അല്ല, ഓൾമോസ്റ്റ് ഫുൾ ബോയിൽഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ വ്ലോഗ് ചെയ്യുമ്പം കൂടുതൽ സമയം എടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ ടേക്ക് അബൌട്ട് ഇത്രയും പൊട്ടേറ്റോ. ഇതൊരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. 1.5 കപ്പ്. ആ സെയിം ക്വാണ്ടിറ്റി തന്നെ യു നീഡ് ടു ഗെറ്റ് ലീക്സ്. സോ ഈ ലീക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഐ മീൻ കേരളത്തിലൊക്കെ ലീക്സ് വന്നിട്ട് അധികം നാളായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സോ ദിസ് ഇസ് ലീക്ക്. ബേസിക്കലി ഞാനൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ഇതാണ് ലീക്ക്. ഇങ്ങനെ ഇരിക്കും, നീണ്ടിരിക്കും. സോ ഈ സ്പ്രിംഗ് അണിയൻസ് പോലെ, പക്ഷെ അതിന്റെ ഭയങ്കര വലിയ സൈസിലുള്ളത്. ഐ റിയലി ലൈക്ക് ഇറ്റ് എ ലോട്ട്. It's something you can use. So this is about 1.5-2 cups of leek. So രണ്ടും പൊട്ടേറ്റോയും ലീക്കും സെയിം ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ എടുക്കണം. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ചിക്കൻ ഓർ വെജിറ്റബിൾ ബ്രോത്ത്, unsalted butter, crushed garlic, onions, pepper powder, salt, bay leaves and some fresh cream. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ യു കെൻ വെരി കംഫർട്ടബിളി മേക്ക് എ പൊട്ടേറ്റോ ആൻഡ് ലീക്ക് സൂപ്പ്.
Okay, people, let's get started. So, ആദ്യം ചെയ്യേണ്ടത് ഒരു decent size pan fire വെക്കുക, which I have done already. Unsalted butter ആണ് better, പക്ഷെ ഞാൻ salted ആണ് യൂസ് ചെയ്യുന്നത്. So, ആ butter melt ആവുമ്പോൾ just quickly add your garlic. And just saute it. So, obviously, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ garlic ഒക്കെ ഇടുമ്പോൾ അതൊരു golden brown ആവുന്നതിന് മുമ്പ് കരിയരുത് basically. ഞാൻ കുറെ കരിയിച്ച് കളഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ് ഈ garlic കരിഞ്ഞാൽ full food becomes column. Okay, so just make sure that that doesn't happen and you just saute it. So some people use butter, you can use oil also, like olive oil and stuff. But കൂടുതൽ ടേസ്റ്റ് ആണെങ്കിൽ butter തന്നെ യൂസ് ചെയ്തോളൂ. Okay, so അത് കുറച്ചൊന്ന് saute ആവുമ്പം you can put in onions, you put in the leeks, right? അതൊന്ന് നന്നായി ഒന്ന് saute ആവട്ടെ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ പൊട്ടറ്റോസും ഇടാം. നിങ്ങൾ ബോയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ബോയിൽ ചെയ്തുകൊണ്ട് ഞാനൊരു 5 minutes കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോർ ദ ഫ്ലേവർ യു ക്യാൻ പുട്ട് ഇൻ എ ബേ ലീഫ്. റോസ്മേരി ഇടണോ വേണ്ടയോ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ബിക്കോസ് ടൈം ആണ് അവർ പറഞ്ഞത് ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ദിസ് ഈസ് റോസ്മേരി. എന്റെ ഡൗട്ട് ഇപ്പോഴും ക്ലിയർ ആയി. ദിസ് ഇസ് റോസ്മേരി. ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. സോ ഇടണോ ഫോളോ ഐ ഡോണ്ട് നോ. I just put it. ഇട്ടു എന്നിട്ട് നോക്കാം. ഉപ്പും പെപ്പറും ഒക്കെ ഇടുക. ഞാനൊക്കെ ഒരു ഫീലിലാണ് ഇടാൻ പോവാട്ടോ. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടു പുട്ട് ആൻഡ് ഓൾ ദാറ്റ്. ഇത് നന്നായി സോർട്ട് ചെയ്തിട്ട് നമ്മൾ ആ പൊട്ടറ്റോ ഇതിലേക്ക് ഇടും. ആൻഡ് ലെറ്റ് ദാറ്റ് ജസ്റ്റ് കുക്ക് ടുഗദർ as well. You know, I don't enjoy this at all. I really don't enjoy cooking because it's so damn hot. കുക്ക് ആണെങ്കിൽ ഒരു ഫുൾ AC റൂമിലാണെങ്കിൽ ഓക്കെ ആലോചിക്കാം. But it's quite a lot of work, you know. ഇപ്പൊ എന്റെ ഫേസ് ഒക്കെ പെപ്പർ പൗഡർ ഞാൻ കൈ വെച്ചിട്ടുകൊണ്ട് ലൈക് ഫേസിന് നീറുവാ ഉണ്ടാവും. Okay, anyway. So ഇതാണ് current പരിവം, right? At the end of it, it doesn't matter what it looks like now because soup ആണല്ലോ. നമ്മൾ ഇത് ബ്ലെൻഡറിൽ ഇട്ട് ശരിയാക്കും. Okay, so ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെജിറ്റബിൾ ബ്രോത്ത് അല്ലെങ്കിൽ ചിക്കൻ ബ്രോത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിക്കണം. Okay, so let's do that. 2 cups. There you go. Nice. So our broth would ഒഴിച്ചതിന് ശേഷം you can like put salt and pepper and adjust the taste of it, I guess. അതിപ്പോഴാണോ പിന്നെയാണോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനി കുളമാവാനൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു. So anyway. അയ്യോ മറ്റേ വെജിറ്റബിൾ ബ്രോത്തിലേ നല്ല ഉപ്പുണ്ട്. സോ നമ്മൾ ഉപ്പിടണ്ടായിരുന്നു. Oh shit, are you serious guys? ഉപ്പ് എങ്ങനെ ഓർക്കും? Shit. അമ്മേ ഒരു മിനിറ്റ്. ഞാൻ പ്രതീക്ഷയില്ല വെജിറ്റബിൾ ബ്രോത്തിന്റെ ആ പൗഡറിൽ ഉപ്പ് കൂടുതലാണെന്ന്. വേണ്ടവരും my god, malupa. Whoa, fresh cream it avasana adjust ചെയ്ത് ശരിയാവോ? Any suggestions? Oh god, hold on, let me get a spoon and try this. Okay, this is what happens every time I cook. Everything becomes a flop, yeah. Oh my god, it's too salty. Oh damn it. So, ഒരു സ്മോൾ പ്രോബ്ലം പറ്റി. ഉപ്പ് കൂടിപ്പോയി. ഭയങ്കര സങ്കടമായിരുന്നു മമ്മി. ഞാൻ പ്രതീക്ഷിച്ചില്ല. I didn't expect that ആ ചിക്കൻ ബ്രോത്തിൽ ഇത്രയും ഉപ്പുണ്ടാവുന്ന. ലൈക്ക് സോ മച്ച് ഉപ്പ് ഇസ് ടു മച്ച്. ലൈക്ക് വായി വെക്കാൻ പറ്റത്തില്ല അത്ര ഉപ്പ്. സോ ഇപ്പം എൻ്റെ പുറകിൽ എൻ്റെ പൊട്ടേറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് ഇങ്ങനെ സിമർ ചെയ്തുകൊണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഉപ്പ് കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നലല്ല, നല്ല കൂടുതലാ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ ബിക്കോസ് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ. ദിസ് ഇസ് അൺസഹിക്കബിൾ. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ലൈക്ക് ആ പെപ്പർ എൻ്റെ മുഖത്ത് വന്ന് എന്തൊക്കെയോ കുരുവൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. This cooking bunny is not for me, you guys. I'm telling you, God.
so hot also. Like എല്ലാം വെറ്റായി ugly feeling. ഇപ്പൊ എന്ത് ചെയ്യും? സൊല്യൂഷൻ പറയും. ഉപ്പ് കുറയ്ക്കാനുള്ള സൊല്യൂഷൻ. ഒരു കാര്യം ചെയ്യാം, ഈ സൂപ്പിന്റെ പേര് മാറ്റി വെക്കാം. പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് അല്ല, പൊട്ടാറ്റോ ലീക്ക് ആൻഡ് സോൾട്ട് സൂപ്പ്. What do you think? I'm very upset. Anyway, next time chicken broth and vegetable broth ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര ഉപ്പുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് മറന്നാൽ കൊളാവും. I'm so disappointed. I really thought this at least I'll do properly, you know, because അത്രയും preparation ഒക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. നോക്കൂ, മെഷറിംഗ് കപ്പിലൊക്കെ ഓരോ സാധനവും മെഷർ ചെയ്ത് എടുത്തിട്ട് എന്നിട്ട് അവസാനം എന്തായാലും പിക്കിളായിട്ട് കഴിക്കാം അവസാനം. എനിവേ നോക്കട്ടെ. സോ എന്റെ കുറച്ച് ഉപ്പ് കൂടിപ്പോയ പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് ഇവിടെ സിമർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിമർ ചെയ്യുമ്പോൾ ഉപ്പ് കൂടുവോ കുറയുവോ? ഷിറ്റ്, ഇതിനി ആര് കഴിക്കും? ഞാൻ പോലും കഴിക്കത്തില്ല, ബിക്കോസ് അത്ര ഉപ്പുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? Like, do you think I should even continue making it? Because like unedible, inedible, inedible, unsahikable. നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞ വീണ്ടും കുക്ക് ചെയ്യാൻ? See, every time I get into the kitchen I get disappointed as a cook. Crap. എൻ്റെ ഉപ്പ് കൂടിയ പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് അവിടെ ഇരിക്കുന്ന ആ വേളയിൽ ഞാൻ പോയി ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് എങ്ങനെ ശരിയാക്കാമെന്ന്. സോ എനിക്ക് കിട്ടിയ കുറച്ച് സജഷൻസ് ആണ്. ഒന്നെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക, അതുകൊണ്ട് പക്ഷെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും. പിന്നെ ശരിയായില്ലെങ്കിൽ പാലിടും. നേരത്തെ ഞാൻ പറഞ്ഞ ചില റെസിപ്പീസിൽ പാലിടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ആ പാലിട്ടത് ഉപ്പ് കൂടിയതുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അവരുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഉപ്പ് കൂടി, അപ്പൊ അവർ വിചാരിച്ചു ഓ പാല്, അങ്ങനെ അവർക്ക് ആ റെസിപ്പി കിട്ടിയത്. സോ ഇനി ഞാനും അതൊക്കെ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഐ എം ഗോയിങ് ടു ആഡ് സം സ്ലിം മിൽക്ക്. ഫുൾ ഫാറ്റ് മിൽക്ക് ഒക്കെ വേണ്ടേ, പക്ഷെ ദിസ് ഇസ് ദ മിൽക്ക് ദാറ്റ് ഐ ഹാവ്. അധികമൊന്നും ഇല്ല. ഐ ജസ്റ്റ് ഹാവ് ലൈക്ക് അരക്കപ്പ് പോലും ഇല്ല. ഇത് വെച്ച് ആ ഉപ്പ് അഡ്ജസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഐ ഹാവ് എ ഫുൾ ബോട്ടിൽ ഓഫ് ഫ്രഷ് ക്രീം. ഇത് രണ്ടും ഇട്ടാല് എന്റെ പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് രക്ഷപ്പെടുമോ എന്ന ഒരു അഡ്വെഞ്ചറിലാണ് നമ്മളിപ്പോൾ. ഐ എം ഡാം അപ്സെറ്റ് ബട്ട് സ്റ്റിൽ. ബഡി, നീ കഴിക്കോടെ എന്റെ പൊട്ടാറ്റോ ലീക്ക് സൂപ്പ്? I കഴിക്കൂല. I don't know. It's damn salty, yeah. Shit. Anyway, ഇത് ഞാൻ പോയിട്ട് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, സത്യം പറയട്ടെ. സോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഐ മീൻ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറയുമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാൽ ഒഴിക്കാം, ഫ്രഷ് ക്രീം ഒഴിക്കാം. അപ്പൊ ഇത് ചിലപ്പോ കുറച്ച് ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇതിനെ ഞാൻ രക്ഷിക്കും. അങ്ങനെ ഞാൻ ഗിവ് അപ്പ് ഒന്നും ചെയ്യില്ല. ലൈക്ക് വൺ ഡേ ഐ വിൽ ബി സക്സസ്ഫുൾ അറ്റ് മൈ കുക്കിംഗ് എക്സ്പെരിമെന്റ്. അത്രയും നാളും നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഐ കാൺട്ട് ബിലീവ് ഇറ്റ്സ് എ ഫ്ലോപ്പ് അഗൈൻ ദോയോ. ഈ ഉപ്പുണ്ടല്ലോ, ഉപ്പാണ് എല്ലാരെയും കുക്കിങ്ങിൽ ചതിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഐ ഡോണ്ട് ലൈക്ക് സോൾട്ട്. ഉപ്പ് എന്തായാലും കൂടുതലാണ്. നമുക്കത് ലാസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്യാം. ഓക്കെ? Oh God, not okay. Not okay. ഈ ഉപ്പ് കഴിച്ച് തലയ്ക്ക് മത്ത് പിടിക്കുന്ന പറഞ്ഞ സീനല്ലേ? പഞ്ചസാര കഴിച്ച് മത്ത് പിടിക്കും, ഉപ്പ് കഴിച്ചാലും മത്ത് പിടിക്കും. ഹൗ കൻ ഐ കമ്പയർ ദിസ് ടു എനിത്തിങ്? ലൈക്ക് ഇത്രയും ഉപ്പ് ഞാൻ എന്തിലാ കഴിച്ചിട്ടുള്ളത്? ഒന്നിലും കഴിച്ചിട്ടില്ല. മദേഴ്സ് ഗോയിങ് കിൽ മീ. Anyway, so now I'm going to go blend this in a blender. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇത്ര ഉപ്പിടാതെ ഉണ്ടാക്കണം. എന്നിട്ട് അത് ഓൾമോസ്റ്റ് ലൈക്ക് കുറെ നേരം ഇങ്ങനെ സിമർ ആവുമ്പം സ്വിച്ച് ഇറ്റ് ഓഫ് ആൻഡ് ദെൻ നിങ്ങളുടെ ബ്ലെൻഡറിൽ അതിടുക. ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാം, മിക്സി യൂസ് ചെയ്യാം, യു കൻ ഡു എനിത്തിങ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബ്ലെൻഡർ ചീത്തയായി പോയി. ഞങ്ങളെന്തോ ഉണ്ടാക്കാൻ നോക്കിയപ്പം അത് കൊളമായി. സോ ഐ ഹാവ് ടു ഗോ ടു മൈ നെയ്ബേഴ്സ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. സോ ഞാൻ അവിടെ പോയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് ആ ഉപ്പുള്ള സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്കത് ഫിക്സ് ചെയ്യാൻ നോക്കാം. അതേ പറ്റൂ. സോ യാ, ലെറ്റ് മീ ഗോ ടു മൈ നെയ്ബേഴ്സ് ടു ബ്ലെൻഡ് മൈ സൂപ്പ് ബിക്കോസ് മൈ ബ്ലെൻഡർ ഇസ് നോട്ട് വർക്കിംഗ്. ഓക്കെ പീപ്പിൾ, സോ നമ്മൾ ബ്ലെൻഡ് ചെയ്ത ആ ഒരു പൊട്ടാറ്റോ ലീക്ക് സൂപ്പ് മിക്സ്ചർ തിരിച്ചെത്തിയിട്ടുണ്ട്. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ, പക്ഷെ പൊട്ടാറ്റോ ലീക്ക് സൂപ്പ് ഫൈനലി പ്രസന്റ് ചെയ്യുമ്പോൾ ഭംഗിയൊക്കെ ആക്കാമെന്ന് വിചാരിക്കാം. സോ ഞാൻ കുറച്ചു നേരം ഫോണിലൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് കട്ട അടിച്ചു. It basically looks little like poop, no?
That's crazy. Look at my cooking experiment. Uppu gudiya potato and leek chamandi. Anyway, now let's get back to making this better. ഇപ്പോൾ നല്ല ഉപ്പുണ്ട്. ആ ഉപ്പ് മാറ്റാനുള്ള എൻ്റെ ലൊട്ടിലൊടുക്ക് വിദ്യകളുമായി ഞാൻ ഇതാ മുന്നേറുന്നു. So water add ചെയ്യുമ്പോൾ it's getting better for sure. കുറച്ച് ഉപ്പിന്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ കുറയുന്നുണ്ട്. കുറച്ചുകൂടെ definitely വെള്ളം ഒഴിക്കാന്ന് എനിക്ക് തോന്നുന്നു. I just have to make sure it mixes well. So let's do that. Now I have to tell you it's a lot better. ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു. Actually രണ്ട് പേർക്കുള്ള സൂപ്പ് ആവണമായിരുന്നു, പക്ഷെ ഇപ്പോൾ 6 പേർക്കായിട്ടുണ്ട് തോന്നുന്നുണ്ട്, because ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. So now let me try it again. So much better, my god. Thank god. Much better. കുറേ വെള്ളം ഒഴിച്ചു. ഈ പാലിട്ടാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പാൽ ആഡ് ചെയ്ത് നോക്കട്ടെ. Okay, so I've added some milk. It's going to be like the worst ever. That's helped a lot. So ഞാൻ ഇവിടെ എൻ്റെ ഈ പൊട്ടേറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് ഫിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു കള്ളിപ്പാറു എൻ്റെ കിച്ചണിലേക്ക് കയറി വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വരും. എന്തിനാ വരുന്നതെന്ന് അറിയാമോ? എൻ്റെ ബടിയുടെ ഭക്ഷണം കട്ട് തിന്നാൻ. ഞാൻ കാണിച്ചു തരാം. ഇതാരാത്? നല ആരാണ് ബടിയുടെ ഭക്ഷണം കട്ട് തിന്നുന്നേ? ആരാണ് ബടിയുടെ ഭക്ഷണം കട്ട് തിന്നുന്നേ? നല കളിപ്പാറു എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ബടിയുടെ ഭക്ഷണം ആരാ കട്ട് തിന്നുന്നേ? ആരാ കട്ട് തിന്നുന്നേ? നോക്ക് എന്റെ പാവം ബടീനെ പട്ടിണിക്കിട്ട്. ബടി, സീ ഹൗ സ്മാർട്ട് യുവർ ഡോട്ടർ ഇസ്. എല്ലാ ദിവസവും നാലുകുട്ടി ഇവിടെ എത്തും. എവറി ഡേ ഷീ കംസ്. ഓടി വന്ന് ബടിയുടെ ഫുഡ് തപ്പി അത് മുഴുവൻ കഴിച്ചിട്ട് പിന്നെ ബട്ടി പട്ടിണിക്കും കിടക്കും. നല മോളെ ഹായ് ഹായ്. നോക്ക്, നോട്ടി ഗേൾ ആണ്. നോട്ടി ഗേൾ ആണ് നല. നോട്ടി ഗേൾ ആണ് കുക്കുമമ്മ. ആരത്? ഉമ്മ. ഗുഡ് ഗേൾ ആണോ? ഗുഡ് ഗേൾ ആണോ? ഗുഡ് ഗേൾ ആണ്. ഭയങ്കര ക്യൂട്ടാണ് നാല. ഭയങ്കര ലവ് ആണ് നാലയ്ക്ക്. ഇല്ലേ? ലവ് യു മമ്മ. So every day she comes here. She's part of the family and it's so fantastic. വീണ്ടും ബാക്കിയുള്ള ഭക്ഷണം തപ്പാൻ പോയി. കിട്ടിയോ? എങ്ങടെ പോണേ? കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു. നിന്നെ എന്തിനു കൊള്ളാടാ നിന്നെ? What are you good for? See how smart she is. ഇല്ലേ? പോ ബൈ. അയ്യോ എന്റെ സൂപ്പ് ദൈവമേ മറന്നുപോയി. അതിനിടയിൽ ഞാൻ മറന്നുപോയി. ഓക്കെ, ഇപ്പൊ കുറെ വെള്ളം ഒഴിച്ച് ഞാനിത് കറക്റ്റ് ആക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. ബട്ട് ഐ മസ്റ്റ് ടെൽ യു, മിൽക്ക് ആഡ് ചെയ്തപ്പം ഉപ്പ് നന്നായി കുറഞ്ഞു, വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചപ്പം ക്വാണ്ടിറ്റി കൂടി, പക്ഷേ ടേസ്റ്റ് ബെറ്റർ ആയി ബിക്കോസ് ഉപ്പ് കുറഞ്ഞു. All in all, we are working on it, you guys. We will make this happen. ഒരു അപ്പാർട്ട്മെന്റിൽ നിറച്ച ആൾക്കാരെ ഫീഡ് ചെയ്യാനുള്ള സൂപ്പ് ഇന്നുണ്ട്. ബട്ട് we shall overcome. Okay, when you're stirring, taste ചെയ്യുമ്പോൾ കൈയിട്ട് ടേസ്റ്റ് ചെയ്തത്, ബിക്കോസ് കൈ പൊള്ളിപ്പോകും, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻ റൈറ്റ് നൗ. ഓവർ കോൺഫിഡൻസ്. നേരത്തെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കൈയൊന്നും പൊള്ളിയില്ല, ബിക്കോസ് ലിക്വിഡ് ആയിരുന്നു. പക്ഷേ ലൈക്ക് ദിസ് ബിറ്റ് നോക്കൂ, അതിന്റെ ഒരു എഡ്ജസിൽ നിന്ന് ഞാൻ എടുത്ത ബിറ്റാണ് ഇത്. അത് എടുക്കാൻ നോക്കിയപ്പോൾ കൈ പൊള്ളിപ്പോയി. See, it's red. Nothing new. I'm an expert at all this. കുറച്ചുകൂടെ കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. Yeah, I think we're good. So now with a like boil aayidkonde, I'm just gonna add a little bit of cream on top. Okay, cream it tube. Switch it off. So now we fresh cream add ചെയ്തപ്പം ആ കളർ ഒന്ന് ഷിഫ്റ്റ് ആയത് കാണാം. Alrighty people, so finally and a potato and leek soup പൂർത്തിയാക്കിയിട്ടുണ്ട്. So I'm going to eat some. So there you go. അതാണ് ഇപ്പോൾ എൻ്റെ fresh cream add ചെയ്ത potato and leek soup. Definitely looks lovely. Like കാണിക്കാം. See? Nice. Alrighty, so yeah, managed somehow to make potato and leek soup. If you can see the color, chudu. If you can see the color, it's not too bad at all. See? Yeah. And healthy already, I got some like toasted bread to soak in the potato soup. That is good. So obviously, your potato and
ലീക്ക് സൂപ്പ് ഉണ്ടാക്കേണ്ട റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റിയാ. ഞാൻ ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നമ്പർ 1 മണ്ടത്തരം ഇസ് ദാറ്റ് നമ്മള് ഉപ്പ് ഇടുന്നതിന് മുമ്പ് ഓരോ സാധനങ്ങളെയും ഉപ്പിന്റെ അളവ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ബ്രോത്ത് അല്ലെങ്കിൽ പാക്കറ്റ് വരുന്ന സാധനങ്ങൾ അവരിലൊക്കെ ഉപ്പ് കൂടാനുള്ള സാധ്യത വളരെ അധികമാണ്. ഉപ്പ് കൂടിയാൽ നമ്മുടെ ഫുൾ റെസിപ്പിയും വ്ളോഗും എക്സ്പെരിമെന്റും ഒക്കെ കൊളാവും. സോ മേക്ക് ഷുവർ യു ടെസ്റ്റ് എവറിത്തിങ്. ബട്ട് ഞാൻ പഠിച്ചൊരു കാര്യം, where there is a will, there is a way. കൊളോ ആയ ഉപ്പിൽ മുങ്ങിക്കിടന്ന എന്റെ പൊട്ടറ്റോ ലീക്ക് സൂപ്പിനെ പാലും ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ബ്രെഡ് ക്രൂട്ടോൺസിന്റെയും ഹെൽപ്പോട് കൂടി ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഐ ആം എ കുക്ക്. ഐ എം ടെല്ലിങ് യു, ഞാനാണ് കുക്ക്. എനിവേ, it tastes really nice right now. The only thing is കുറെ അധികം ഫ്രഷ് ക്രീം നമ്മൾ ഇതിലേക്ക് ഇടേണ്ടി വരും. But that's okay. That's okay. Oh, thank God. I'm so happy that I rescued it. I can't tell you. That's all I've got time for you guys. ഇനിയും ഇതുപോലെ എക്സ്ട്രീംലി സക്സസ്ഫുൾ അല്ലാത്ത ഫ്ലോപ്പ് ആയ കുക്കിംഗ് എക്സ്പെരിമെന്റ്സുമായി വേറെ ആര് വരാനാ ഞാനല്ലാതെ. എന്റെ ഇത്രയും മനോഹരമായ കുക്കിംഗ് എക്സ്പെരിമെന്റ്സ്, ഇത്രയും ഫ്ലോപ്പായ കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ഇത്രയും ധൈര്യത്തോടെ കാണിക്കാൻ എനിക്ക് തോന്നില്ല വേറെ ആരും ചെയ്യുന്നത്. ബിക്കോസ് so embarrassing, no? So embarrassing, but it's okay. ഞാനിങ്ങനെ I can't cook. കുക്ക് ചെയ്യാത്ത ഞാൻ വരെ കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നു യൂട്യൂബിന് വേണ്ടി. വാ. ഓക്കെ, ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. But it's tasty, okay? സത്യം. നാലാ സൂപ്പ് വേണോ? എൻ്റെ സൂപ്പ് വേണോ? സോ ഞാൻ കുറച്ച് എൻ്റെ കയ്യിലേക്ക് ഇട്ടു. ആൻഡ് ലെറ്റ്സ് സീ. ഏയ് നാല, വെയിറ്റ്. ബഡി ഉപ്പ് കൂടുതലാണോ? ബഡി 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 ഉപ്പ് കൂടുതലാണോ? ബഡി പ്ലീസ് നീ കഴിക്കടാ. ബഡി ബഡി നീ പോ. നാല നാല എന്തും കഴിക്കും. നാല അല്ല ബഡി ബഡി അറിയണ നാലെന്നാ. ഉഫ്, ഈ നാലയുടെ കാര്യം അപ്പം നിനക്ക് വേണോ അല്ലേ? So Nala loves my potato and leek soup. Buddy, she finished it. Thank you Nala. You have saved my reputation as a cook. I love you. Thank you so much.